സ്നേഹിതരെ, ഇന്ന് നാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ 13-ാം ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയ കൂദാശ വചനത്തിന് ശേഷം പുരോഹിതൻ പറയുന്നത് ശ്രവിക്കാം. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ പുരോഹിതനിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാമോ എന്നല്ല ഈശോ പറഞ്ഞത്, നിങ്ങളിത് ചെയ്യണം എന്നാണ് ഈശോ പറഞ്ഞത്. ഇതെൻ്റെ കൽപ്പനയാണ്. അത്രമേൽ ഈശോ ഇതാഗ്രഹിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ പീഡാനുഭവത്തിലും എൻ്റെ കുരിശുമരണത്തിലും എൻ്റെ രണ്ടാം വരവിലുമാണ് പങ്കുചേരുന്നതെന്ന് ഓർക്കണം. ഈശോ മനുഷ്യകുലം മുഴുവൻ്റെയും രക്ഷയ്ക്കായി മുറിയപ്പെട്ടു. ഇതുപോലെ നാമും മറ്റുള്ളവർക്കായി വിഭജിക്കപ്പെടണം. ഇതാണ് ഓർമ്മയാചരണം. ജീവിതം മുഴുവൻ കുർബാനയാകുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകാതിരിക്കുവാൻ യേശു സ്വന്തം ശരീരത്തിൽ അത് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് നമ്മെ നീതിയുടെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടതിന് അർഹനാക്കി മാറ്റി. ലോകത്തിൻ്റെ സകല ശാപങ്ങളെയും നിയമങ്ങളെയും നിൻ്റെ മേലുള്ള വിധികൽപ്പനകളെയും മുഴുവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. പിശാചിൻ്റെ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും മുകളിൽ കുരിശിൽ വിജയം നേടിയവനാണ് നമ്മുടെ സ്നേഹരാജാവായ ഈശോ. സെഹിയോൻ മാളികയിൽ തുടങ്ങിയ വിശുദ്ധ കുർബാന സ്ഥാപനം കാൽവരി മലയിലാണ് അവസാനിച്ചത്. അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിലെത്തണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ഇതിനുശേഷം കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞ് നന്ദി പ്രകാശിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ നമുക്കൊന്നും മനസ്സിലാക്കാം. യേശുവിൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കി. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അവിടുത്തെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. ദൈവം നമുക്കായി ചെയ്ത മഹനീയ കൃത്യങ്ങൾ ഓർത്ത് പ്രഘോഷിക്കുകയാണിവിടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്ത വലിയ പദ്ധതികൾ ഓർത്ത് നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നിറയേണ്ട നിമിഷമാണിത്. എൻ്റെ ഈശോയെ, പാപിയായ അയോഗ്യയായ എൻ്റെ മേലുള്ള അങ്ങയുടെ കരുണ എത്ര വലുത്. ശുശ്രൂഷയുടെ വായന നമുക്ക് ശ്രദ്ധിക്കാം. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോട് കൂടെ. കാർമികൻ ചൊല്ലുന്ന ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധ കൊടുക്കുവാൻ ശുശ്രൂഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകം മുഴുവനും വേണ്ടി നടത്തുന്ന വളരെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് പുരോഹിതൻ ചൊല്ലുന്നത്. 3 ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയ്ക്കുള്ളത്. ഒന്നാമത് മാർപ്പാപ്പ, മെത്രാന്മാർ, പുരോഹിതർ, സന്യസ്തർ, ആത്മായ ശുശ്രൂഷകർ, ഭരണകർത്താക്കൾ, ഇവരെ ഓർക്കുന്ന സമയം. ഇവരെയെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. കൂടാതെ മോശയെപ്പോലുള്ള നേതാക്കളെ ഞങ്ങൾക്ക് തരണമേ എന്ന് യാചിക്കുകയും ചെയ്യാം. രണ്ടാമത് സ്ലീഹന്മാർ, പ്രവാചകർ, രക്തസാക്ഷികൾ, ഇവരെ ഓർക്കുകയും ഇവരുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ഹൃദയത്തിൽ അവരെ ഓർക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഇംഗിതമറിയുന്ന ദൈവം ഈ വിശുദ്ധരുടെ പ്രാർത്ഥനയാൽ നമ്മെ അനുഗ്രഹിക്കുമെന്ന വസ്തുത മറന്നു പോകരുത്. മൂന്നാമത്തെ ഭാഗം ക്ലേശിതർ, ദുഃഖിതർ, ആകുലർ, രോഗികൾ തുടങ്ങിയ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും, നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കു വേണ്ടിയും പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന സമയം. ഈ വ്യക്തികൾക്ക് വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിക്കേണ്ട അനുഗ്രഹപ്രദമായ നിമിഷമാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർക്കണം, പ്രാർത്ഥിക്കണം. ഈ സമയം അലസമായി ചെലവഴിക്കരുത്. ഒരു കുർബാനയിൽ എത്രയോ വ്യക്തികളെയാണ് ഓർമ്മയിൽ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എത്ര സുന്ദരമായ നിമിഷം. അവസാനം എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എന്ന് പറയുന്നു. അടുത്തതായി കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഈശോ മിശിഹായെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളെ സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു.
സകല വിശുദ്ധരുടെയും പ്രാർത്ഥന സഹായം കിട്ടുന്ന അനുഗ്രഹപ്രദമായ നിമിഷങ്ങളാണിവ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് സഭ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ഇവരെ കാണുവാൻ കൃപ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായി പുരോഹിതൻ ബലിപീഠത്തിൽ കുരിശു വരച്ച് മാമോദിസയിൽ മുദ്രിതരായ എല്ലാവരെയും അനുസ്മരിക്കുന്നു. മാമോദിസയിൽ മുദ്രിതരാവുകയും എന്നാൽ വിശ്വാസ ജീവിതം നയിക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നാം ഓർക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവവിളി ലഭിച്ചവരാണ് നാം എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാമോദിസ മുങ്ങി തിരുസഭയിൽ അംഗമായതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. ഈ ബലിയർപ്പണം ചെയ്യാതിരിക്കുമ്പോൾ മാമോദിസ എന്ന കൂദാശിയെ വിലയില്ലാതായി കാണുന്നു. പിതാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ഇരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ശുശ്രൂഷകൻ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുവാൻ കാരണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തിരുവസ്തുക്കളിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്ന സമയമാണ്. പുരോഹിതൻ ദിവ്യരഹസ്യങ്ങൾക്ക് മുകളിൽ കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നത് ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്നു. ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം അഗ്നി ഇറക്കി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ ഈ ബലിവസ്തുക്കൾക്കും രൂപാന്തരീകരണം വരുവാൻ പുരോഹിതൻ കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നു. സ്വർഗീയ ജീവനുണ്ടാകുന്ന സമയം. ഈ ബലിവസ്തുക്കളിൽ എൻ്റെ നിയോഗങ്ങളുമുണ്ട് എന്ന കാര്യം മറക്കരുത്. സമാഗമ കൂടാരത്തിൽ മഹത്വം ഇറങ്ങി വന്നതുപോലെ ഈ ദേവാലയത്തിലും മഹത്വം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറിയത് പൂർത്തീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കൂദാശിയാക്കി മാറ്റുന്നത്. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ എന്ന് ശുശ്രൂഷയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയിലെ പ്രധാന ഭാഗങ്ങൾ നമുക്കിവിടെ അനുസ്മരിക്കാം. പരിശുദ്ധാത്മശക്തി നമ്മിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കാർമ്മികൻ നന്ദി പറയുകയാണ്. ജീവിത നവീകരണം, പാപങ്ങളുടെ മോചനം, വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ, ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷ, നവമായ ജീവിതം, ആധ്യാത്മിക വളർച്ച തുടങ്ങിയവയാണ് കാർമ്മികൻ പറയുന്ന അനുഗ്രഹങ്ങൾ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ എല്ലാം നാം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കുർബാന പോലും നാം ഒഴിവാക്കില്ലായിരുന്നു. ഇതറിയാതെ പോയതുകൊണ്ട് നമുക്ക് നഷ്ടമായ കൃപകൾ നമ്മുടെ ചിന്തയ്ക്ക് അധീനമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധ ദൈവമാതാവിൽ നിറഞ്ഞപ്പോൾ ഈശോയുടെ ശരീരരക്തങ്ങൾ എങ്ങനെയാണോ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപം പ്രാപിച്ചത്, അതുപോലെ വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. സെഹിയോൻ ഊട്ടുശാലയിൽ സ്ലീഹന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്കും ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിലൂടെയാണ് സഭയിൽ യേശു തൻ്റെ പ്രവർത്തനം തുടരുന്നത്. സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവ്, ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് യാചിക്കാം. ഒരുക്ക ശുശ്രൂഷയ്ക്ക് ശേഷം തുടങ്ങുന്ന പ്രണാമ ജപങ്ങൾ അഥവാ അനാഫറ പരിശുദ്ധാത്മ പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഈ ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ബലിവസ്തുക്കൾ ശരീരരക്തമായി മാറാം. വികാരങ്ങളും വിചാരങ്ങളുമുള്ള ജീവനുള്ള ദൈവമാണ് ഈ അപ്പത്തിലൂടെ
നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കണം. ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. ദൈവത്തിന് സ്തുതി. ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാവാം. താങ്ക് യു.